നമ്മുടെ വാട്ടർ അതോറിറ്റിയെക്കുറിച്ചാണ്. വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം പ്രശംസ അർഹിക്കുന്നതാണ്. അത് ആ നിലയ്ക്ക് പറഞ്ഞതല്ലെന്ന് ഇനി വായിക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും. വെള്ളം നൽകിയില്ലെങ്കിലും വെള്ളം കുടിപ്പിക്കുന്ന ബില്ല് അവർ കൃത്യമായി നൽകും. പറഞ്ഞു വരുന്നത് കോട്ടയം മൂലിടത്തെ കുടുംബങ്ങളുടെ ദുരിതത്തെ പറ്റിയാണ്. 8 മാസം മുൻപ് പൈപ്പ് കണക്ഷൻ നൽകിയിട്ടും വെള്ളം എത്തിയിട്ടില്ല. എന്നാൽ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങൾക്കും ബില്ല് നൽകിയിട്ടുണ്ട്. വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ ബില്ല് അടയ്ക്കേണ്ട എന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ്. കോട്ടയം നഗരത്തിൽ നിന്നും അധികമൊന്നും സഞ്ചരിക്കേണ്ട മൂലയിടത്തെ ഈ തച്ചങ്കുന്ന് പ്രദേശത്തേക്കെത്താൻ. പക്ഷേ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇതുവരെ കുടിവെള്ളം ഇവിടെ എത്തിയില്ല. എത്തിയതാകട്ടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ബില്ലും. എട്ട് മാസം മുൻപാണ് കോട്ടയം നഗരസഭയിലെ 31-ാം വാർഡായ തച്ചങ്കുന്നിൽ പൈപ്പ് കണക്ഷൻ നൽകിയത്. എന്നാൽ ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും പൈപ്പിലൂടെ വന്നില്ല. ശുദ്ധജലം ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ വാട്ടർ അതോറിറ്റി ബില്ല് നൽകിയത്. 100ഓളം കുടുംബങ്ങൾക്ക് 445 രൂപ വീതമാണ് ബില്ല് നൽകിയത്. ഇതോടെ അന്താളിച്ച് നിൽക്കുകയാണ് ഇവിടെയുള്ളവർ. ഇവിടെ പൈപ്പ് ഇട്ടിട്ട് 8 മാസത്തിലേറെയായി. ഇന്നേ നാഴിക വരെ ഞങ്ങൾക്ക് തുള്ളി വെള്ളം അതിന് ഒരു കാറ്റ് പോലും വരുന്നില്ല. ആ സ്ഥാനത്താണ് ഇന്ന് 445 രൂപ വെച്ച് ബില്ലും കൊണ്ട് വന്നത്. അപ്പോൾ പക്ഷേ ഞങ്ങൾ കൈപ്പറ്റിയില്ല. വെള്ളമില്ലാതെ ഞങ്ങൾ എന്തിനാണ് ബില്ല് കൈപ്പറ്റുന്നത്? പലതവണ അധികാരികളെ കണ്ട് കാര്യം പറഞ്ഞതാണ്. ശുദ്ധജലത്തിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ അടുത്തിടെ പ്രതിഷേധ പാതയിലേക്ക് തിരിഞ്ഞു. ഇതോടെയാണ് വർഷങ്ങൾക്ക് ശേഷം പൈപ്പ് കണക്ഷൻ കിട്ടിയത്. എന്നാൽ വെള്ളത്തിന് പകരം കിട്ടിയതാകട്ടെ ഉപയോഗിക്കാത്ത വെള്ളത്തിന്റെ ബില്ലും. പൈപ്പ് ലൈൻ ഇടാനെന്ന് പറഞ്ഞ ഒരു ചെറിയ ട്യൂബ് പോലെ ഒരു സാധനം കൊണ്ടുവന്ന് ഇവിടെ മീറ്ററുമായിട്ട് ഫിറ്റ് ചെയ്ത് ഈ വഴി മുഴുവനും പോയി. ഞങ്ങൾക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ മേല, മനുഷ്യർക്ക് നടക്കാനും മേല, വെള്ളം ഉണ്ടോ അതുമില്ല. ഇപ്പോൾ ഈ മീറ്ററിൻ്റെ വന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് ബില്ല് വരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ഈ മീറ്ററും വേണ്ട, ഇതും വേണ്ട, ഇതൊന്നും എടുത്ത് മാറ്റിക്കും. ഞങ്ങൾ പൈസ കൊടുത്തല്ലെങ്കിലും മേടിക്കുന്നത്. നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയതോടെ ബില്ല് തിരികെ വാങ്ങിയ ഉദ്യോഗസ്ഥർ മടങ്ങി. തുടർന്ന് ബില്ലുകൾ അടയ്ക്കേണ്ടെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. കണക്ഷൻ നൽകിയത് രജിസ്റ്റർ ആയപ്പോൾ കമ്പ്യൂട്ടറിൽ ബില്ല് ജനറേറ്റ് ആയതാണെന്നാണ് വിശദീകരണം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് പൈപ്പിടാനായി റോഡ് കുത്തിപ്പൊളിച്ചിരുന്നു. ഇപ്പോൾ വെള്ളവുമില്ല, റോഡുമില്ലാത്ത അവസ്ഥയാണ്. അബദ്ധത്തിൽ വന്ന ബില്ല് അടയ്ക്കേണ്ടെന്ന് വാട്ടർ അതോറിറ്റി മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പൈപ്പുകളിലൂടെ എന്ന് വെള്ളം വരുമെന്ന കാര്യത്തിൽ മാത്രം ആരും മറുപടി പറയുന്നില്ല. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. അപ്പോൾ അവിടെ പൊതുജനം കഴുതയല്ല സാർ. കാലങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണ് വാട്ടർ അതോറിറ്റി ബില്ല് നൽകിയിരിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ദേശീയപാത അതോറിറ്റിയാണ് നമുക്കിപ്പോൾ ഈ വഴി വെട്ടിപ്പൊളിക്കാൻ അവരാ സമ്മതിക്കുകയല്ലാത്തത്. അവരുടെ അനുവാദം ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് നമുക്കിപ്പോൾ ഈ വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നം. അതാണ്. പക്ഷേ ഇപ്പോൾ ലുലു മാളിലേക്ക് വെള്ളത്തിന് അവർ വഴി വെട്ടിപ്പൊളിച്ചു. അവർക്ക് അങ്ങോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കാനിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുടിവെള്ളമാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ കുടിവെള്ളം ഇല്ല. ഈ കൈകുഞ്ഞുങ്ങളും വെച്ച് ഞങ്ങൾക്ക് ഒരു 10 കുടം ആ കയറ്റം കയറി വരുമ്പോഴേക്കും ഞങ്ങൾ എന്തിനാവും? ഞങ്ങൾ ഈ വെള്ളം ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ സർക്കാരിനോട്. തിരുവഞ്ചൂർ സാറുമായിട്ട് എത്ര മീറ്റിങ്ങുകൾ കഴിഞ്ഞു, എത്ര പ്രാവശ്യം ഞങ്ങൾ കലക്ടറേറ്റിൽ പോയി, എത്ര പ്രാവശ്യം വാട്ടർ അതോറിറ്റി പോയി, കുടം വരെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിന് യാതൊരു പ്രയോജനമില്ല. ഇത്രയും വർഷം ഓരോരുത്തരും ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് കയറുമ്പോഴൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. വോട്ട് പിടിക്കാൻ വരുമ്പം ഞങ്ങളിപ്പോൾ ഇവിടുത്തെ അച്ഛൻ ഇവിടെ മുഴുവൻ വെള്ളം ഒഴുക്കിയേക്കാന്ന് പറയും. പക്ഷെ ആരുമില്ല. മാറി വരുന്ന രാഷ്ട്രീയക്കാരെല്ലാവരും പറയും വെള്ളം തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് വോട്ട് മേടിച്ചുകൊണ്ട് പോണത്. പക്ഷെ വോട്ട് കഴിയുമ്പോൾ വെള്ളവും ഇല്ല, ആളും ഇല്ല. എന്നുവെച്ചാൽ ഞാൻ 44 വർഷമായി ഇവിടെ വന്നിട്ട് അന്ന് മുതൽ വെള്ളം കോരാൻ തുടങ്ങിയതാണ്. അപ്പം കക്കൂസിലൊഴിക്കണമെങ്കിൽ അരി കഴുകിയ വെള്ളം വരെ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇപ്പം മഴവെള്ളമാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും. ഇവരിപ്പം വെള്ളം തരുമെന്ന് പറഞ്ഞു. പിന്നെ തിരുവഞ്ചൂര് വരുന്നു, എല്ലാവരും വെള്ളം തരാമെന്ന് പറയുന്നതല്ലാതെ ഇന്ന് ഈ നാഴിക വരെ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല. ഒരു വീടുകളിലല്ല, മുഴുവൻ ഈ പ്രദേശത്ത് ഒരു 10-40 കുടുംബത്തോളം ഉണ്ട്. അത്രയും വീട്ടുകാർക്ക് 444 രൂപ വെച്ച് ബില്ല് വന്നു. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം കിട്ടാത്ത സ്ഥിതിയിൽ ഈ ബില്ല് ഇങ്ങനെ വന്നപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഇവരെല്ലാം വളരെ പ്രതിഷേധത്തിലാണ്.
അപ്പോൾ അവരുടെ ദുരിതത്തിന് പരിഹാരം ഉണ്ടാകേണ്ടതാണ്, അത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പരിഹാസരൂപേണയൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ജോസിനൊരു കാര്യം അതിനോടനുബന്ധമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോട്ടയം അകലകുന്നം പഞ്ചായത്തിൽ ജൽജീവൻ പൈപ്പിട്ടിട്ട് 7 മാസമായി ട്രയൽ നടത്തിപ്പോയതല്ലാതെ വെള്ളം വന്നിട്ടില്ല എന്നാണ് ജോസ്വിൻ ഒരു കാര്യം അറിയിക്കുന്നത്.